ഹലോ, അപ്പോൾ ഇത് ന്യൂ ഇയറിന് വന്നൊരു ഓർഡറാണ്. ഇത് പൈനാപ്പിൾ കേക്കാണ്. ഇത്രയും ദിവസമായിട്ട് ഇത് ഗാലറിയിൽ കണ്ണിപ്പെടാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ തപ്പിപ്പിടിച്ചപ്പോൾ ഒരു വീഡിയോ കിട്ടിയതാണ്. അപ്പോൾ ഇത് പൈനാപ്പിൾ ഫ്ലേവറാണ്. 1/2 kg ആയിരുന്നു. അപ്പോൾ സ്പഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് നമുക്ക് സോക്ക് ചെയ്തിട്ട് ക്രീമൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കണം. സത്യം പറഞ്ഞാൽ ന്യൂ ഇയറിന് എല്ലാ കേക്കും വീഡിയോസ് കറക്റ്റായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ കേക്ക് ഹോം ബേക്കേഴ്സിന് അറിയായിരിക്കും, നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആകെ കിളിപോയ അവസ്ഥയായിരിക്കും. ആകെ കൂടെ ടെൻഷനും എല്ലാം കൂടെ ആയിട്ട് ഈ ഫസ്റ്റ് ചെയ്ത ഈ കേക്കിൻ്റെ മാത്രമേ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ പെട്ടെന്ന് ചെയ്തിട്ട് ഫോട്ടോസ് മാത്രമാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതെൻ്റെ വീടിനടുത്ത് തന്നെയുള്ള ഒരു കുട്ടി ഓർഡർ തന്ന കേക്കാണ്. അവർക്ക് ന്യൂ ഇയർ ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ ഫ്ലേവർ വേണമെന്ന് പറഞ്ഞിട്ട് പൈനാപ്പിൾ ഫ്ലേവറിൽ ചെയ്ത കേക്കാണ്. ഇപ്രാവശ്യം പൈനാപ്പിൾ ഫ്ലേവറിൽ ഞാൻ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തത് പൈനാപ്പിൾ ജാമാണ് കേട്ടോ. പൈനാപ്പിൾ ഫ്ലേവറിൽ വരുന്ന ജാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഫില്ലിംഗ് ആയിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. കേക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല, കേക്കിൻ്റെ മറ്റേ ഫില്ലിങ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കസ്റ്റമറും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. മോസ്റ്റായിട്ടും ഞാൻ അധികവും ഫ്രഷ് പൈനാപ്പിൾ വെച്ചിട്ടാണ് പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കാറ്. പക്ഷേ ആ ടൈമിൽ പൈനാപ്പിൾ കിട്ടിയില്ല, അതാണ് പൈനാപ്പിൾ ജാം ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ട് ചെയ്തത്. ആരെങ്കിലും ഇനി പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. പിന്നെ വൈറ്റ് ചോക്ലേറ്റിൽ പൈനാപ്പിൾ കേക്ക് ആയതുകൊണ്ട് യെല്ലോ കളർ മിക്സ് ചെയ്തിട്ട് ഗനാഷാണ് മേലെ ഒഴിച്ചത്. മേലെ ചോക്ലേറ്റ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് സൈഡിൽ ഡ്രിപ്പിംഗ് ഡിസൈനാണ് കൊടുത്തത്. പിന്നെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് റൈറ്റിംഗ് കൊടുത്തത്. ഹാപ്പി ന്യൂ ഇയർ 2025 എന്നാണ് എഴുതിയത്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ട് കേക്ക് ഫിനിഷ് ചെയ്തു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും കൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.